കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? മലമ്പുഴ. വാൾട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? CV രാമൻപിള്ള. കേരള വാൽമീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? വള്ളത്തോൾ നാരായണ മേനോൻ. കൊച്ചി കപ്പൽശാല നിർമ്മിച്ച ആദ്യത്തെ കപ്പല്? റാണി പത്മിനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയാമോ? കോഴിക്കോട്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തുവാൻ വേണ്ടുന്ന സമയം എത്രയാണ്? 500 സെക്കൻഡ്. ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? ഭാനു അത്തയ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് അറിയാമോ? ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ബൈക്കാൽ തടാകം. ഇന്ത്യയുടെ ഗാനഗോകുലം എന്നറിയപ്പെടുന്നത് ആരാണ്? ലതാ മങ്കേഷ്കർ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 1993 ഒക്ടോബർ 12. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് അറിയാമോ? പള്ളിവാസൽ. വൈലോപ്പള്ളി ശ്രീധരമേനോന് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? മകരക്കൊയ്ത്ത്. മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? വി മാധവൻ നായർ. രാമോജി ഫിലിം സിറ്റി എവിടെയാണെന്ന് അറിയാമോ? ഹൈദരാബാദ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട ജലസേചന പദ്ധതി. ഇന്ത്യയിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വ്യക്തി ആരാണ്? ദേവിക റാണി ചൗധരി. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച പേടകത്തിന്റെ പേര്? അപ്പോളോ 11. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് അറിയാമോ? കോഴിക്കോട്. നദിയും കടലും കൂടിച്ചേരുന്ന ഭാഗത്തെ പറയുന്ന പേരെന്താണ്? അഴിമുഖം. പഹാരി ഭാഷ സംസാരിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ലോക മിതവ്യയ ദിനം എന്നാണ്? ഒക്ടോബർ 30. ശബ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണെന്ന് അറിയാമോ? ഡെസിബൽ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഡോക്ടർ നോർമൻ ബോർലോഗ്. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സാമുവൽ ഹാനിമാൻ. വാതകങ്ങളുടെ മർദ്ദം കണ്ടുപിടിക്കാനുള്ള ഉപകരണം ഏതാണ്? മാനോമീറ്റർ. ലോക എയ്ഡ്സ് ദിനം എന്നാണെന്ന് അറിയാമോ? ഡിസംബർ 1. ധനതത്വശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ. ജപ്പാനിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് അറിയാമോ? ഹോൺഷു. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ശക്തൻ തമ്പുരാൻ. KSFEയുടെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? തൃശൂർ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേരെന്താണ്?
യാങ്സെ നദി. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ദേവീക്ഷേത്രം. ദേശീയ കരസേനാ ദിനം ഏതാണ്? ജനുവരി 15. ഓടുന്ന വാഹനങ്ങളുടെ വേഗത അളക്കുന്ന ഉപകരണത്തെ പേര്? സ്പീഡോമീറ്റർ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജി. പാലിന്റെ പരിശുദ്ധി കണ്ടുപിടിക്കാനുള്ള ഉപകരണം ഏതാണെന്നറിയാമോ? ലാക്ടോമീറ്റർ.